ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സർവഭവന്തു സുഖിനോ എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? സർവഭവന്തു സുഖിനോ എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? ആൻസർ ഓപ്ഷൻ 2, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ 2, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 2, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന സമിതിയുടെ തലവൻ ആര്? ആൻസർ ഓപ്ഷൻ 3, മുഖ്യമന്ത്രി. ആൻസർ ഓപ്ഷൻ 3, മുഖ്യമന്ത്രി. 3, അശോകസ്തംഭത്തിൽ താഴെ ഇടതുഭാഗത്ത് കാണുന്ന മൃഗം ഏതാണ്? അശോകസ്തംഭത്തിൽ താഴെ ഇടതുഭാഗത്ത് കാണുന്ന മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1, കുതിര. ആൻസർ ഓപ്ഷൻ 1, കുതിര. 4, മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4, 21-ാം അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ 4, 21-ാം അനുച്ഛേദം. 5, ഭരണഘടനയുടെ 4-ാം ഭാഗം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഭരണഘടനയുടെ 4-ാം ഭാഗം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ആൻസർ ഓപ്ഷൻ 2, നിർദ്ദേശക തത്വങ്ങൾ. ആൻസർ ഓപ്ഷൻ 2, നിർദ്ദേശക തത്വങ്ങൾ. 6, കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എത്ര മീറ്ററാണ്? കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എത്ര മീറ്ററാണ്? ആൻസർ ഓപ്ഷൻ 3, 900 മീറ്റർ. ആൻസർ ഓപ്ഷൻ 3, 900 മീറ്റർ. 7th ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായലുകളിൽ വിസ്തീർണത്തിൽ 2-ാം സ്ഥാനം ഏതിനാണ്? കേരളത്തിലെ കായലുകളിൽ വിസ്തീർണത്തിൽ 2-ാം സ്ഥാനം ഏതിനാണ്? ആൻസർ ഓപ്ഷൻ 1, കായംകുളം കായൽ. ആൻസർ ഓപ്ഷൻ 1, കായംകുളം കായൽ. 8, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4, ജൂലൈ. ആൻസർ ഓപ്ഷൻ 4, ജൂലൈ മാസം. 9, ഐക്യരാഷ്ട്രസഭയിൽ ജനഗണമന ആദ്യമായി ആലപിച്ച വർഷം. ഐക്യരാഷ്ട്രസഭയിൽ ജനഗണമന ആദ്യമായി ആലപിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ 2, 1947. ആൻസർ ഓപ്ഷൻ 2, 1947. 10, കേരളത്തിലെ ആദ്യത്തെ കളിമൺ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കളിമൺ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 3, കുണ്ടറ. ആൻസർ ഓപ്ഷൻ 3, കുണ്ടറ. 11, മന്നവൻ ചോല, ഇടിവരച്ചോല, പുല്ലരടിച്ചോല എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1, ആനമുടിച്ചോല. ആൻസർ ഓപ്ഷൻ 1, ആനമുടിച്ചോല. 12, കേരളത്തിൽ കടൽ മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം. കേരളത്തിൽ കടൽ മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ 4, 1980. ആൻസർ ഓപ്ഷൻ 4, 1980. 13, ഇന്ത്യ 2011 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായപ്പോൾ ടീമിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ 2, ശ്രീശാന്ത്. ആൻസർ ഓപ്ഷൻ 2, ശ്രീശാന്ത്. 14, ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത ഏക വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ 3, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ആൻസർ ഓപ്ഷൻ 3, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. 15, ഏത് നഗരത്തിൽ വൈദ്യുതി വിതരണത്തിനുള്ള കരാർ ചെന്നൈയിലെ ഒരു കമ്പനിക്ക് കൊച്ചി ദിവാൻ നൽകിയതിൽ പ്രതിഷേധിക്കാനാണ് വൈദ്യുതി സമരം നടത്തിയത്? ആൻസർ ഓപ്ഷൻ 1, തൃശ്ശൂർ. ആൻസർ ഓപ്ഷൻ 1, തൃശ്ശൂർ.
16ാമത്തെ ക്വസ്റ്റ്യൻ. 16 മഠത്തിൽ അപ്പു, ചിരുക്കണ്ടൻ, ചിരുക്കണ്ടൻ, കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ആൻസർ ഓപ്ഷൻ 4 കയ്യൂർ ആൻസർ സമരം. ഓപ്ഷൻ 4 കയ്യൂർ സമരം. ചിരുക്കണ്ടൻ, ആൻസർ ഓപ്ഷൻ അബൂബക്കർ, 4 കുഞ്ഞമ്പു നായർ കയ്യൂർ എന്നിവർ സമരം. തൂക്കിലേറ്റപ്പെട്ടത് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടാണ്. 17 ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ആൻസർ ഓപ്ഷൻ 2 ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് ആൻസർ ഓപ്ഷൻ 2 ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ. ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 18th ക്വസ്റ്റ്യൻ. 18 പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തുവരുന്ന വാതകമാണ് ഓക്സിജൻ. 19 ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ചാൾസ് നിയമം. ഊതി വീർപ്പിച്ച ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വാതക നിയമമാണ് ചാൾസ് നിയമം. 20 വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയം. ടൈറ്റാനിയമാണ് വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ടൈറ്റാനിയം. 21 ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏതാണ്? ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ 2 ഹൈഡ്രോക്ലോറിക് ആസിഡ്. 22 പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞത് ഏതിനാണ്? പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞത് ഏതിനാണ്? ആൻസർ ഓപ്ഷൻ 3 വയലറ്റ്. ആൻസർ ഓപ്ഷൻ 3 വയലറ്റ്. 23 ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്ന് തെളിയിച്ചത് ആരാണ്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്ന് തെളിയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 റോബർട്ട് ബോയിൽ. ആൻസർ ഓപ്ഷൻ 1 റോബർട്ട് ബോയിൽ. 24 മലബാർ, എക്സൽ, വിജയ് എന്നിവ ഏത് കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്? ആൻസർ ഓപ്ഷൻ 4 കുരുമുളക്. ആൻസർ ഓപ്ഷൻ 4 കുരുമുളക്. 25 ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ക്ഷയം. ആൻസർ ഓപ്ഷൻ 2 ക്ഷയം. 26 ഏത് ധാതുവിൻ്റെ അപര്യാപ്തത കാരണമാണ് ഹൈപ്പോകലൈമിയ ഉണ്ടാകുന്നത്? ഏത് ധാതുവിൻ്റെ അപര്യാപ്തത കാരണമാണ് ഹൈപ്പോകലൈമിയ ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ 3 പൊട്ടാസ്യം. ആൻസർ ഓപ്ഷൻ 3 പൊട്ടാസ്യം. 27 മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ. മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ. ആൻസർ ഓപ്ഷൻ 1 ആൽബിനിസം. ആൻസർ ഓപ്ഷൻ 1 ആൽബിനിസം. 28 ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ് ഓസ്റ്റിയോപെറോസിസ് ഉണ്ടാകുന്നത്? ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ് ഓസ്റ്റിയോപെറോസിസ് ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ 4 കാൽസ്യം. ആൻസർ ഓപ്ഷൻ 4 കാൽസ്യം. 29 ക്യാരറ്റിൽ ധാരാളമായി ഉള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ആൻസർ ഓപ്ഷൻ 2 കരൾ. ആൻസർ ഓപ്ഷൻ 2 കരൾ. 30 14ാമത് വേൾഡ് സ്പൈസ് കോൺഫറൻസ് വേദി. 14ാമത് വേൾഡ് സ്പൈസ് കോൺഫറൻസ് വേദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 മുംബൈ. ആൻസർ ഓപ്ഷൻ 3 മുംബൈ.
31. സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്ന് ആക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 പിണറായി വിജയൻ. ആൻസർ ഓപ്ഷൻ 1 പിണറായി വിജയൻ. 32. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സംസ്ഥാന മന്ത്രി വക്കം പുരുഷോത്തമൻ ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായി പ്രവർത്തിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ 4 മിസോറാം. ആൻസർ ഓപ്ഷൻ 4 മിസോറാം. 33. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 2 മിഷൻ വാത്സല്യ. ആൻസർ ഓപ്ഷൻ 2 മിഷൻ വാത്സല്യ. 34. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ ഏതു രാജ്യത്തെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത്? ആൻസർ ഓപ്ഷൻ 2 കാനഡ. ആൻസർ ഓപ്ഷൻ 2 കാനഡ. 35. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ജി രോഹിണി കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ 3 ജി രോഹിണി കമ്മീഷൻ. 36. നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിനു പകരമായി യുഗേ യുഗിൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്? ആൻസർ ഓപ്ഷൻ 1 ന്യൂഡൽഹി. ആൻസർ ഓപ്ഷൻ 1 ന്യൂഡൽഹി. 37. കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കാൻ റൈനോ ടാസ്ക് ഫോഴ്സ് രൂപവത്കരിക്കാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ 4 ബീഹാർ. ആൻസർ ഓപ്ഷൻ 4 ബീഹാർ. 38. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ 2 റഷ്യ. ആൻസർ ഓപ്ഷൻ 2 റഷ്യ. 39. ഏറ്റവും കുറവ് അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കുറവ് അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ 4 നാഗാലാൻഡ്. ആൻസർ ഓപ്ഷൻ 4 നാഗാലാൻഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 40. ഉപ്പ് നിഗൂഢമായ ഒരു വാക്കായി മാറി. ശക്തിയുടെ ഒരു വാക്ക്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്രകാരം വിവരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ 3 ജവഹർലാൽ നെഹ്റു. താങ്ക് യു.